ചുറ്റുമാകെ ഇരുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് പാനിക്കായി ചിഹിറോ അവളുടെ പേരൻസ് ഉള്ള റെസ്റ്റോറന്റ് ലക്ഷ്യമാക്കി ഓടാണ്. അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻസിലെല്ലാം വെളിച്ചം വരുന്നതും അതിലൂടെ നിഴല് പോലെയുള്ള ഓരോ രൂപങ്ങൾ പ്രത്യക്ഷമാകുന്നതെല്ലാം കണ്ട് അവൾ ആകെ പേടിക്കാണ്. പേരൻസിന്റെ അടുത്തെത്തി നോക്കുമ്പോൾ അവൾ കൂടുതൽ ഷോക്കാവാണ്. അവളുടെ അച്ഛനും അമ്മയും ഇരുന്ന സ്ഥലത്തിപ്പോ രണ്ട് വലിയ പന്നികൾ അവരുടെ അതേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭക്ഷണം വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു രൂപം ആ പന്നികളെ അടിച്ച് താഴെ ഇടാണ്. പേടിച്ചു പോയി ചിഹിറോ അച്ഛനെയും അമ്മയും വിളിച്ച് ആ സ്ട്രീറ്റ് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നിറയെ പേടിപ്പെടുത്തുന്ന ഷാഡോ സ്പിരിറ്റ്സ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ചിഹിറോ അവരങ്ങോട്ട് എത്തിയ ആ ടണലിന്റെ ഭാഗത്തേക്ക് ഓടിപ്പോവാണ്. എന്നാ അവിടെ ഇപ്പോ അങ്ങനെ ഒരു ടണലേ ഇല്ല. അവിടെ വലിയൊരു നദിയും അതിനപ്പുറത്ത് ഒരുപാട് ലൈറ്റുകളുള്ള മറ്റൊരു സ്ട്രീറ്റും അവൾ കാണാണ്. ഇതെല്ലാം അവൾ കാണുന്ന ഒരു സ്വപ്നമായിട്ടാണ് ചിഹിറോക്ക് തോന്നുന്നത്. അപ്പോ അങ്ങോട്ടേക്ക് ഒരു കപ്പൽ വന്നെടുക്കാണ്. അതിൽ നിന്നും പലതരത്തിലുള്ള സ്പിരിറ്റ്സ് ഇറങ്ങി വരികയാണ്. അതെല്ലാം കണ്ട് പേടിച്ചു പോയ ചിഹിറോ അവിടെ നിന്നും ഓടി ഒരിടത്ത് ചെന്ന് ഒളിക്കാണ്. അവളുടെ ബോഡി ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിഹിറോന്റെ അടുത്തേക്ക് കുറച്ചു മുമ്പ് പാലത്തിൽ വെച്ച് കണ്ട ആ പയ്യൻ വരികയാണ്. അവന്റെ പേരാണ് ഹാക്കു. പേടിക്കണ്ട, ഞാൻ നിന്റെ ഒരു ഫ്രണ്ടാണ്. ഇന്നാ ഈ ബെറി കഴിക്ക്. ഈ ലോകത്ത് നിന്നുള്ള ഇത് നീ കഴിച്ചിട്ടില്ലെങ്കിൽ നീ എന്നേക്കുമായി അപ്രത്യക്ഷമായി പോകും. സോ താൻ പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ചിഹിറോ മനസ്സിലാക്കാണ്. അവളത് കഴിക്കാണ്.